നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ അടുപ്പുകളെക്കാളും സ്പീഡിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന അടുപ്പാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇതാ ഈ ഷട്ടർ പൊക്കുമ്പോൾ നോക്കിക്കോ, എന്തുമാത്രം തീയാണ് ഇതിൽ ഉണ്ടാവുന്നത്. പുക കാണാൻ പോലും ഇല്ല. അവിടെയൊക്കെ ചൂടാണ്, ഇത്രയും ഹൈറ്റിൽ ചൂടാണ്. മാത്രമല്ല നമ്മളിപ്പോ കണ്ടില്ലേ, ഒരു ഡിസ്റ്റർബൻസ് ഇപ്പൊ ഇത് കത്തുന്നത് കാരണത്താൽ ഈ വീട്ടിൽ ഇല്ലല്ലോ. കുറഞ്ഞ പിറക് നല്ല ഫ്ലെയിം, ഹൈ സ്പീഡ് ഓഫ് കുക്കിംഗ്. F0 എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് തച്ചെണ്ണ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു വീട്ടിലുള്ള അടുക്കളയിലാണ് ഞാനിപ്പോ ഉള്ളത്. ജാഫർഖാന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത് കാണാൻ പോകുന്ന ഒരു അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ അടുപ്പുണ്ടല്ലോ, അടുപ്പ് പ്രത്യേകമായ ഒരു രീതിയിൽ, അത് നമ്മൾ ആലുവ അടുപ്പിന് ഒരു പകരക്കാരൻ എന്ന് പറയേണ്ടി വരും. അത് സ്വന്തം വീട്ടിൽ ചെയ്ത ഒരു സിസ്റ്റം, അതിന് വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത്. ജാഫർക്ക്, ഈ ഒരു സിസ്റ്റം നിങ്ങൾ ചെയ്തെടുത്തിട്ട് ഇപ്പൊ എത്രയായി? ഇപ്പൊ എന്റെ വീട് താമസമായിട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ, അഥവാ ഇപ്പൊ ഏകദേശം 5 മാസമായിട്ടുള്ളൂ. 5 മാസം ചെയ്തിട്ട് ഇതിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ഇതിലേക്ക് വന്നത്? ഇത് ഞാൻ ഒരു എഞ്ചിനീയർ ആണ്, സിവിൽ എഞ്ചിനീയർ ആണ്. സോ എന്റെ മൈൻഡില് ആദ്യ സമയത്ത് ഉള്ളതാണ് ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് എന്റെ വീട്ടിൽ എന്ത് ചെയ്യണം, പരീക്ഷിച്ച് സക്സസ് ആക്കി എടുക്കണം. അപ്പൊ എനിക്ക് അറിയേണ്ടത് ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ കത്തിക്കും ഒക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ബ്ലോവർ ആണ്. ഇത് DC വർക്ക് ചെയ്യുന്ന ബ്ലോവർ ആണ്. ഇതാണ് മെയിൻ വരുന്നത് അല്ലേ? ഇതിൽ DC എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് സോളാർ വെച്ച് വർക്ക് ചെയ്യാം, ബാറ്ററി വെച്ച് വർക്ക് ചെയ്യാം, അതിന്റെ കൂടെ എന്തും വർക്ക് ചെയ്യാം. ഈ അഡാപ്റ്റർ വെച്ചിട്ട് AC കറണ്ടിനെ DC ആക്കിയിട്ട് അങ്ങനെയും വർക്ക് ചെയ്യാം. വീട്ടിൽ എളുപ്പം ഇതായിരിക്കും. ഇനിയിപ്പോ തട്ടുകട മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലുള്ള അടുപ്പ് ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് എന്തും ഉപയോഗിക്കാം, സോളാർ ഉപയോഗിക്കാം, ബാറ്ററി ഉപയോഗിക്കാം. ഇത് കണ്ടോ, ജസ്റ്റ് ബ്ലോവർ കണക്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ എയർ വന്നു. ഇത് ഓൺ ആക്കിയാൽ ഇതിൽ അഡാപ്റ്ററിന് സപ്ലൈ എത്തി കഴിഞ്ഞാൽ ബ്ലോവർ ഓൺ ആണ്. ഇത് നമുക്ക് സ്പീഡ് കൂട്ടാം. എവിടെ? സൈഡിൽ അടുപ്പിന്റെ സിസ്റ്റം, നമുക്ക് അതിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത് ഈ ശരിക്കും ഇതാണ് ഇതിലെ അടുപ്പ്. ഇത് നമ്മൾ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് അടുപ്പ്. ഇതിനെയാണ് നമുക്ക് ഇതിലേക്ക് മാറ്റേണ്ടത്. അങ്ങനെയാണ്. ഇതിപ്പോ ജസ്റ്റ് എന്താണോ, ഇത് ജസ്റ്റ് ഇതിലെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഇതിൽ കുറെ ഹോൾസുകൾ ഉണ്ട്. ഇത് അകത്ത് കാസ്റ്റ് അയൺ ആണ്. അതിനകത്ത് കണ്ടോ ഓരോ ഹോൾസിലൂടെ കൈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല എയർ എല്ലായിടത്തും തുല്യമായിട്ട് എയർ വരും. അങ്ങനെ ഒരു ചുറ്റും കാറ്റ് വരും. ആ ചുറ്റും കാറ്റ് വരുന്നതോടുകൂടി പിന്നെ എന്ത് ചെയ്യില്ല, ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടാവുമ്പോൾ തീയില് പുകേന്റെ പ്രശ്നേ ഉണ്ടാവില്ല. കറക്റ്റ് കത്തും, നന്നായിട്ട് കത്തും ചെയ്യും. അതിൽ വെള്ള പുക ഉണ്ടാവില്ല, നമ്മൾ കത്തുമ്പോൾ ഉള്ള പുക ഉണ്ടാവില്ല, അത് വരെയില്ല. നമുക്ക് കാണാൻ പറ്റും, നമുക്ക് കാണാം. അതപ്പം നിങ്ങൾ ഈ ഒരു അടുപ്പിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ആലുവ അടുപ്പിന്റെ ടോപ്പിൽ വരുന്ന പ്ലേറ്റ് ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. ഇത് ഒരു 12 ഇഞ്ചിന്റെ, അത് 10 ഇഞ്ചിന്റെ, ഇത് 8 ഇഞ്ചിന്റെ ഹോൾസുകളാണ്. ശരിക്കും 2 അടുപ്പിന്ന് ഉള്ള തീ നടുവിലേക്ക് വരും. തന്നെയാണ് പൊതുവേ ഉള്ള കൺസെപ്റ്റ്. അതേ കൺസെപ്റ്റ് ഈ അടുപ്പുണ്ടല്ലേ, അത് ഇതിനകത്താണ് ഈ അടുപ്പ്. അടുപ്പാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിന്റെ ബ്ലോവർ കൊടുക്കുന്ന സ്ഥലം, ഈ ബ്ലോവർ ഇപ്പൊ ഇത്ര നീളല്ലേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഇത്ര ഇതേ വെൽഡ് പൈപ്പ് ഇങ്ങോട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇങ്ങോട്ട് തന്നെ വരുന്നില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. എങ്ങോട്ടാ വേണ്ട വെച്ചാൽ അത് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ 2 പൈപ്പ് നിങ്ങൾ ഇവിടെ കൊടുത്തു. അതെ, ഇതിപ്പോ 2 അടുപ്പാണ്. അപ്പൊ 2 പൈപ്പ് കൊടുത്തു. ബ്ലോവർ കണക്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എയർ വരും, അവിടെ കാണാൻ പറ്റും. ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എയർ വരും. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നല്ല കാറ്റുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചാലോ ആ എയർ ഇതിലൂടെ അങ്ങനെ പുറത്തോട്ട് പോകും. അപ്പം ഇതിലുള്ള തീ ഇപ്പൊ കത്തുന്ന സമയത്താണെങ്കിൽ ഇതിലുള്ള തീ എന്ത് ചെയ്യും, ഇതിലേക്ക് വരും. അപ്പൊ ഇവിടെ പാത്രം വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു അടുപ്പ് കത്തിച്ചാൽ തന്നെ 2 അടുപ്പിന്റെ പർപ്പസ് ചെയ്യാം. പൊതുവേ മറ്റേ അടുപ്പിലുള്ള അതേ കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇതിലാവുമ്പോ എന്ത് ചെയ്യും, നല്ല ചൂടുള്ള ഇത് വന്നോണ്ടേയിരിക്കും. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, സാധാരണ നമ്മളെ ഈ പുകയില്ലാത്ത അടുപ്പിന്റെ ഒക്കെ പുറകില് ഒരു പൈപ്പ്, വലിയ നീളത്തിലൊരു പൈപ്പ് ഉണ്ട്. അത് ശരിക്കും അവർ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ എയർ വലിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഇതിൽ അതിന്റെ ആവശ്യമില്ല. ഇതിൽ ശരിക്കും എന്താന്ന് വെച്ചാല് ഈ സാധനം ഇവിടുന്ന് എയർ അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടുന്ന് വലിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കൊടുക്കുന്ന പൈപ്പ് ജസ്റ്റ് പുറത്തോട്ട് ഇട്ടാൽ മതി. സാധാ ആലുവടുപ്പ് കത്തിക്കുന്ന ആളുകൾക്ക് അറിയാം എങ്ങനെ ഇത് കത്തിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ ഓലക്കൊടി ചെറിയ കഷ്ണങ്ങളാക്കിയതാട്ടോ. ഇത് ഇടാൻ സൗകര്യത്തിന് ചെയ്തതാണ്. ഇതേപോലെ 1 2 ഓലൊക്കെ ഒപ്പിച്ച് ഒന്ന് കത്തി പിടിപ്പിക്കുക. ഒരു കനൽ ഉണ്ടാക്കിയെടുക്കലാണ് ഇതിന്റെ പർപ്പസ്. ഇനി ചിലർക്ക് ഇത് എളുപ്പമാണ്, മണ്ണെണ്ണ അതല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും പറയല് കർപ്പൂരോ ഒക്കെ ഇട്ടാലും ഇതേപോലെ പെട്ടെന്ന് ഫ്ലെയിം ഉണ്ടാക്കാം. അപ്പൊ ഈ സമയത്ത് നമ്മൾ ബ്ലോവർ കണക്ട് ചെയ്യണ്ട. ഇതൊന്ന് കത്തി പിടിക്കട്ടെ, ഒരു കനൽ ഉണ്ടാവട്ടെ. മറ്റേത് പെട്ടെന്ന് എന്ത് ചെയ്യും, ആദ്യം ഒരു കനൽ വരണം അവിടെ. അതെ, ചെറിയ കനൽ കൊടുത്തിട്ട്, കനൽ ആയിട്ടില്ല, ഒന്നും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യാം, തീ അവിടെ പെട്ടെന്നൊന്ന് കത്തി പിടിക്കണം.
ഒരു പ്രാവശ്യം ഇത് കനലായി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, പിന്നെ അങ്ങനെ കത്തിക്കോളും. ആദ്യം നമ്മൾ ഈ കത്തിക്കുന്ന സമയത്ത് ഒരു പുക ഉണ്ടല്ലേ? അത് ഏത് സാധനമായാലും അത് ഏത് അടുപ്പായാലും അതിന് എളുപ്പമുള്ള പരിപാടി ഇതിലേക്ക് മണ്ണെണ്ണ എന്തെങ്കിലും ഉപയോഗിക്കലാണ്. ഇതിപ്പോ ഞാൻ മണ്ണെണ്ണ ഉപയോഗിക്കാതെ എങ്ങനെ കത്തിക്കാന്നാണ് കാണിക്കുന്നത്. മണ്ണെണ്ണ ഉപയോഗിച്ചാൽ മതി, അതിന് പ്രശ്നമില്ല. മണ്ണെണ്ണ അല്ലെങ്കിൽ കർപ്പൂരം എന്തെങ്കിലും ഉപയോഗിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇപ്പൊ നമ്മളെ വീട്ടിൽ എപ്പോഴും കർപ്പൂരം ഉണ്ടാവില്ലല്ലോ, എപ്പോഴും ചില വീട്ടിൽ മണ്ണെണ്ണ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു പ്രശ്നം വേണ്ടാന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വെച്ച് കാണിക്കുന്നത്. ആദ്യത്തെ ഒരു കത്തിപ്പിടിക്കേണ്ട ഒരു സമയം പ്രശ്നമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഉഷാറായിട്ട് അങ്ങോട്ട് കത്തിക്കോളൂ അല്ലേ? അതിനുശേഷം പിന്നെ ബ്ലോർ കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, പിന്നെ അതിലേക്ക് ചെറിയ വിറകുകൾ ഇട്ട് കൊടുക്കണം. ചെറിയ ചെറിയ വിറക് ഇട്ടിട്ട് കനലായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നന്നായിട്ട് കത്തിപ്പിടിക്കാൻ തുടങ്ങി. ബ്ലോർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതേ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇനി കത്തുന്നില്ല, ചെറിയ കിടലത് കെടുകയാണെങ്കിൽ, ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലുള്ള ചെറിയ ചെറിയ ഓലന്റെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, ഇൻ കേസ് കെടുകയാണെങ്കിൽ എന്ത് ചെയ്യും, അയിമല് കത്തിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യും, റെഡി ആയിക്കോളും. അപ്പൊ നമ്മൾ ഇടുന്ന പീസ് ഒന്ന് കാണിച്ചേ. ഈ സൈസുള്ള വിറക് അതിൽ ഇടാം. കുറച്ച് വലിയ പീസ്. ഇതിപ്പോ ഒരു 15 സെന്റിമീറ്റർ സൈസ് ഉണ്ടാവും. 15 സെന്റിമീറ്റർ സൈസ് ഇടാം. പക്ഷെ നമ്മൾ ഇട്ട് തുടങ്ങുന്ന കനലാക്കി കിട്ടാൻ വേണ്ടി ചെറിയ പീസുകളും കൂടി എന്ത് ചെയ്യണം, കരുതണം. അത് പിന്നെ സ്വാഭാവികമായിട്ട് വലിയ വിറകടുപ്പൊക്കെ കത്തിക്കുമ്പോഴൊക്കെ ഉള്ളത് അങ്ങനെയാണല്ലോ. ഇത് ജസ്റ്റ് കത്തിപ്പിടിച്ച ഉടനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ചെറിയ രീതിയിൽ പുക വരാം. ആ പുക വരുമ്പോൾ പെട്ടെന്ന് അത് ഒഴിവാക്കാനുള്ള മാർഗ്ഗമാണ് എന്ത്, ഇതാണ് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇതിലേ പുക വരുള്ളൂ. ഒരു പാത്രം അവിടെ വെച്ചു കൊടുത്താൽ ഇനി ഇവിടെ അടച്ചു കഴിഞ്ഞാൽ അതിൽ അങ്ങോട്ടാ പോവാ. പക്ഷെ എന്ത് ചെയ്യണം, ഇപ്പൊ ഈ പ്ലേറ്റ് ഇവിടെ ഓപ്പൺ, എന്നിട്ട് ആ പ്ലേറ്റ് ഇവിടെ ഓഫ് ബന്ദ് ചെയ്യണം. വരാതിരിക്കാൻ തൊട്ടിപ്പുറം ഒരു പാത്രം കൂടി ഇപ്പൊ ഇത് നോക്ക്, ഇപ്പൊ ഇവിടെ ശരിക്കും ഇതിൽ പുകയില്ല. ഇതിന്റെ മീനിങ് അതാണ്. ഇല്ലെങ്കിൽ ഇതിൽ പുക വരണം. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നല്ല പുക വരേണ്ടതാണ്. അപ്പൊ ഇതിൽ പുകയില്ല. മാത്രമല്ല നല്ല ചൂടാണ്. ഇപ്പൊ തിളക്കുന്നത്. ഇവിടെ ഒരു പുക നമുക്ക് കാണാനേ ഇല്ല. തീ വരുന്നുണ്ട്, തീ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതും തിളക്കും പെട്ടെന്ന്. അവിടെയും പെട്ടെന്ന് നല്ല ചൂടായിരിക്കും. ഞാൻ ഇത് തണുത്ത ഒരു കുക്ക് ചെയ്ത് വെച്ച സാധനമാണ്, രാവിലെ കുക്ക് ചെയ്ത് വെച്ച സാധനം, തണുത്ത സാധനമാണ്. ഇതും കുക്കാവും ഇതും കുക്കാവും ഒരേ സമയത്ത്. അത് ശരി. എന്നാലോ ഇപ്പൊ ഇതിൽ പുകയൊന്നുമില്ല, ഒക്കെ പുറത്താ പോകുന്നത്. ഇത് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കല്ലേ, അത് കാണുന്നുണ്ടെങ്കിൽ ഇത് തുറന്നാ മതി. കണ്ടോ, ഇവിടെ എന്താ ഒരു ബ്ലോക്ക്, സാധാരണ ഇത് കാണില്ലല്ലോ. അത് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് തീ വരുന്നുണ്ട്, ഇങ്ങോട്ട് ചെറിയ രീതിയിൽ ഡസ്റ്റ് വരുന്നുണ്ടല്ലേ, അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ ക്ലോസിംഗ് വെക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് ശരിക്കും ഇത് വെക്കാതെയും വെക്കാം. പക്ഷെ പാത്രം എടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിറകിടാൻ പറ്റില്ല. ഇതിൽ പാത്രം എടുക്കാതെ തന്നെ എന്ത് ചെയ്യാം, വിറകിടാൻ വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ക്ലിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഈ വിറകിനെ അതിലേക്ക് എത്തിക്കാം, വീണ്ടും അടച്ചു വെക്കാം. ചെറിയ ചെറിയ പീസ് ഇടാനുള്ള ഒരു ഓപ്ഷനാണ്. ഫർദർ വിറകിടാ ഇപ്പൊ ആവശ്യം ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ അത് വിറക് വെറുതെ ഇട്ട് കാട്ടിച്ചതാണ്. അത്രയൊന്നും തീ ആവശ്യം ഉണ്ടാവില്ല, കാരണം നല്ല സ്പീഡുമാണ്, കുറഞ്ഞ വിറക് മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് നല്ല ചൂടായിരിക്കില്ലേ? ഇത് നന്നായിട്ട് കെയർ ചെയ്ത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, വെക്കാനും എടുക്കാനും പാടുള്ളൂ. അതൊക്കെ പിന്നെ പൊതുവെ പ്രാക്ടീസ് ആവുന്നവർക്ക് എന്ത് ചെയ്യും, അത് മനസ്സിലാവും. പിന്നെ എപ്പോഴൊന്നും ഇതിന്റെ വിറകിടേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു ദിവസം കുക്ക് ചെയ്യാൻ എത്ര വിറകാണോ ആവശ്യം, അത് ഒരു വീട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത്ര വിറക് ആദ്യം ഇട്ട് കൊടുക്കാം, പിന്നെ രണ്ടാം ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അത് ഇങ്ങനെ രണ്ടിനും ഉണ്ടാവും അല്ലെ? ഇത് ഫ്രണ്ടിലുള്ള ഇതിപ്പോ ഇതിന് വേണമെങ്കിൽ ഇതിന് വെക്കാം. ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ക്ലോസിംഗ് മെത്തേഡ് അവർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതൊന്നും ഇപ്പം പെർമനന്റ് അല്ല, ഇത് ഞാൻ എന്റെ രീതിയിൽ ടെമ്പററി ചെയ്തതാണ്. ഇതിപ്പോ തിളച്ചു കഴിഞ്ഞിട്ടോ, ഇതിപ്പോ ശരിക്കും ഇതിലുള്ള വിറക് തീ വേണമെങ്കിൽ കാണാൻ പറ്റും നമുക്ക്. ഞാൻ പാത്രം എടുത്ത് കാണിക്കാം. പെട്ടെന്ന് തന്നെ തിളക്കും. എല്ലാം കഴിഞ്ഞതാ, നമ്മളൊരു ഗ്യാസിനൊക്കെയാണ് ഇത്രയും ഫ്ലെയിമാണ്. അത് ആ കത്തുന്നത് വേണ്ട, ഈ ഹൈറ്റ് ഇവിടെ ഒക്കെ തീയാണ്, ഇവിടെ ഒക്കെ ചൂടാണ്, ചൂടാണ്. മാത്രമല്ല നമ്മളിപ്പോ കണ്ടില്ലേ, ഒരു ഡിസ്റ്റർബൻസ് ഇപ്പൊ ഇത് കത്തുന്നത് കാരണത്താൽ ഈ വീട്ടിലില്ലല്ലോ. ഇപ്പൊ നമ്മളെ വീടുകളിലെ ആലുവാടുപ്പ് ചില ആളുകൾ ചെയ്യുന്നേ ഇല്ല, കാരണം പുകേന്റെ ഒരു പ്രശ്നം കൊണ്ട്. അപ്പോൾ ഈ പുകന്റെ പ്രശ്നം ഒഴിവാക്കിയിട്ട് ആലുവാടുപ്പിന് പകരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് എന്ത് ചെയ്തത്, ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോ കണ്ടതിന് വ്യത്യസ്തമായിട്ട് വേറെ കണ്ടത് നമ്മൾ വീട്ടിൽ കൺസീൽഡ് ചെയ്ത് ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ട് അത് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് നമുക്ക് കൊണ്ട് നടന്നിട്ട് തന്നെ എന്ത് ചെയ്യാം, ആലുവാടുപ്പ് ചെയ്ത് അതേ കൺസെപ്റ്റിൽ ചെയ്യാൻ പറ്റും. വിറകിടാനൊരു ഹോൾസ്, അതേപോലെ പാത്രത്തിന്റെ അഡ്ജസ്റ്റുകൾ, ഈ പാത്രത്തിന്റെ സൈസുകളൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. വിറക് ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഇത് അടച്ചു വെക്കാം. ഇനി അതേപോലെ ഈ പുകയ്ക്ക് ഒരു എക്സോസ്റ്റ് ഈ ഒരു കോയിൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, പുറത്തോട്ട് പോകാനുള്ള കോയിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. ഇത് ഇനി ഫ്ലെക്സിബിൾ ആയിട്ട് ചൂടായ പ്രശ്നമില്ലാത്ത ഫ്ലെക്സിബിൾ ഐറ്റംസ് എവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് മേലോട്ട് പിടിക്കേ താഴോട്ട് പിടിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അത് ശരി. ഇതിപ്പോൾ സാധാ ആലുവ അടുപ്പിൻ്റെ അത് നമ്മൾ അകത്ത് വെച്ച അതേ അടുപ്പ് കട്ട് ചെയ്താണ്ടുള്ളൊരു
മോഡൽ തന്നെയാണ്. ഇതൊരു എക്സ്ട്രാ ഒരു ഫ്രെയിം നിങ്ങൾ ഇതൊരു എക്സ്ട്രാ ഫ്രെയിം അതിന് അഡീഷണൽ കൊടുത്താണ്. ഇപ്പൊ നിങ്ങളൊരു ഡെമോ ഒരു മോഡൽ ചെയ്തതാണ്. ഇത് നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രം ചെയ്യുന്ന ഒരു മോഡലാണ്. കാരണം ശരിക്കും ഇതാണ് നമ്മളെ അടുപ്പ് പ്രൊഡക്റ്റ് നമ്മൾ ഇതാണ്. ഇത് ഒരു അഡാപ്റ്റർ, അതേപോലെ ഒരു അഡാപ്റ്റർ ഉണ്ടാവും. അത് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യും. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പലർക്കും ചിലപ്പോൾ ഇത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ഈ രീതിയിൽ ഒരു അടുപ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ, നിങ്ങൾക്ക് എങ്ങനെ ഏതെങ്കിലും രീതി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാനിത് ചെയ്ത് കഴിഞ്ഞ സമയത്ത് കുറെ ആളുകൾ എന്ത് ചെയ്തു, ഇത് വന്ന് കണ്ട്, അപ്പൊ പലർക്കും നമ്മൾ തന്നെ എന്ത് ചെയ്തു, കോണ്ടാക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോ ആ സാധനം, ഈ അടുപ്പും ബ്ലോവറും അഡാപ്റ്ററും ഒക്കെ നമ്മളെ എന്റെ ബ്രദറിംഗിലും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രദറിംഗിലും അതേപോലെ എൻ്റെ വൈഫൊക്കെ കൂടിയിട്ട് മാർക്കറ്റ് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്ന് കണ്ട അടുപ്പിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എന്താ കാര്യങ്ങളൊക്കെ ജാഫർക്ക് നമ്മളോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് പല സംശയങ്ങൾ ഇനി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.